റിയാലിറ്റി ഷോയുടെ ഭാഗമായതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവതാരകയായ രഞ്ജിനി ഹരിദാസ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ലഭിച്ചിട്ടുള്ളത് തനിക്കായിരിക്കുമെന്നും രഞ്ജിനി പറയുന്നു. വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ചും താരം വ്യക്തമാക്കി. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് രഞ്ജിനി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കേരളത്തിൽ ജീവിക്കാനാകില്ല. പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ നിന്ന് എന്നെ ഒരു മാസക്കാലം മാറ്റി നിർത്തിയിരുന്നു. ഞാൻ കരിയർ ആരംഭിച്ചത് അവതാരകയായിട്ടല്ല. അതിനു മുൻപ് ഞാനൊരു കോർപ്പറേറ്റ് ജീവനക്കാരിയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിലെത്തിയതോടെ ജീവിതം ഒരുപാട് മാറി. അതൊരു മാജിക്കൽ ഷോ ആയിരുന്നു. അതിനു മുൻപ് കൂടുതൽ ഇംഗ്ലീഷാണ് ഞാൻ കൈകാര്യം ചെയ്തിരുന്നത്. 2007 ആദ്യ സീസണിൽ വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു. മലയാളം പരിപാടിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവൾ, അട്ടഹസിക്കുന്നവൾ, ആളുകളെ കെട്ടിപ്പിടിക്കുന്നവൾ, കാല് കവച്ചു വെക്കുന്നവൾ, അടക്കവും ഒതുക്കവും ഇല്ലാത്തവൾ, കേരള തനിമയില്ലാത്തവൾ എന്നിങ്ങനെയൊക്കെയായിരുന്നു വിമർശനം. ചെറിയ പ്രായം മുതൽക്കേ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നെ വളർത്തിയത് അമ്മയും അമ്മുമ്മയുമാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛന് നല്ല ദേഷ്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകൾ ലഭിച്ചത് എനിക്കായിരിക്കും. ഇന്ന് സർവ്വസാധാരണമാണ്. 42 വയസ്സായിട്ടും ഞാൻ വിവാഹം കഴിക്കാത്തതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ജീവിക്കാനുള്ള പണവും വീടും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ ഒരാളുടെ ആവശ്യമില്ല. കുട്ടിക്കാലത്ത് ഷാരൂഖ് ഖാൻ്റെ സിനിമകൾ കണ്ടപ്പോൾ പ്രണയിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. അത് കള്ളമാണെന്ന് മനസ്സിലായി. പൈങ്കിളിയാകാൻ താല്പര്യമില്ലെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. ബിഗ് ബോസിൻ്റെ ആദ്യ ഷോയിലും രഞ്ജിനി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ അർച്ചന സുശീലനുമായും രഞ്ജിനി ഇപ്പോഴും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അടുത്തിടെ US നിന്നും അർച്ചന എത്തിയപ്പോൾ രഞ്ജിനിയെ കാണാനാണ് ആദ്യം ഓടിയെത്തിയത്.